2023-24 നമ്മുടെ കൂടെ 10th കംപ്ലീറ്റ് ചെയ്ത നമാമറിയം 652 മാർക്ക് വാങ്ങിക്കൊണ്ട് എവിടുന്നാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്? ചെറുപ്പത്തിൽ ചെറുതായിട്ട് ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. നമ്മൾ കേരളത്തിന് മാത്രമുള്ള വലിയൊരു കൾച്ചറാണ് ഈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ശരിക്കും ഇതിന് വലിയൊരു ചേഞ്ച് മേക്കറാണ്. എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കുക. ഒരു ദിവസം കുറെ പഠിച്ചു, ഒരു ദിവസം ഒന്നും പഠിച്ചില്ല. നമ്മുടെ മൂഡ് അനുസരിച്ച് പഠനത്തിന്റെ ഇത് മാറരുത് അല്ലെ? യെസ്. അപ്പൊ ഇന്നലെ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ 2023-24 നമ്മുടെ കൂടെ 10th കംപ്ലീറ്റ് ചെയ്ത നമാമറിയം 652 മാർക്ക് വാങ്ങിക്കൊണ്ട് 1320 റാങ്ക് ഇത്തവണത്തെ നീറ്റ് എക്സാമിൽ, അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. കൂടെ നമ്മുടെ ഫാദർ ഫൈസൽ സാർ ഉണ്ട്. ഉമ്മന്റെ പേര് ഞാൻ ചോദിച്ചില്ല, റാഷിദ മാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഓക്കെ. പിന്നെ എവിടേക്കാണ് പഠിച്ചത്? സ്കൂൾ മുതൽ എവിടെയാണ് പഠിച്ചത്? കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? ഞാൻ 4th വരെ ഉമ്മ പഠിപ്പിച്ച സ്കൂളിൽ, പിന്നെ 7th വരെ വീടിന്റെ അടുത്തുള്ള ഒരു UP സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. പിന്നെ 10th വരെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ടോ? 10th കഴിഞ്ഞിട്ട് 10th അല്ലേ എക്സാം വൈൽ ഉണ്ടായിരുന്നു? യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടുത്ത ഇന്റഗ്രേറ്റഡ് സ്കൂളിലായിരുന്നു. ഓക്കെ. എവിടുന്നാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്? ചെറുപ്പത്തിൽ ചെറുതായിട്ട് ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് പഠിപ്പിച്ച കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് വന്നിരുന്നു 2016 ആ സമയത്ത് ആ ഒരു പത്രത്തില് ഫോട്ടോ കണ്ടപ്പോ ഞാന് ഒരു ക്യാപ്ഷൻ ഉണ്ടായിട്ടില്ല പത്രത്തിൽ വന്ന്. അപ്പൊ എനിക്ക് റാങ്ക് വാങ്ങണം എന്നുള്ളൊരു പത്രത്തിൽ ഫോട്ടോ വരണം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ. അപ്പോ ഡോക്ടർ ആവണം എന്നുള്ളത് അങ്ങനെ ഒരു അല്ലെ, അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഡോക്ടർ ആവണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റി വന്നപ്പോ എഞ്ചിനീയറിംഗ് ബാച്ചില് പിന്നെ സാറ് യൂണിവേഴ്സലിലെ അധ്യാപകനാണ്. അപ്പോ സാറ് യൂണിവേഴ്സൽ കെമിസ്ട്രി സാറ് പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ എഞ്ചിനീയറിംഗ് വേണമെന്ന് വാശി പിടിക്കാൻ കാരണം? കിട്ടുമല്ലോ എന്നുള്ള. ഓക്കെ. പിന്നെ ഇവിടുന്ന് അത് മാറിയത്? ഒരു ഡോക്ടർ ആവണം. അപ്പൊ പാരന്റ്സിന്റെ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ട് അല്ലേ, ചെറുതായിട്ട്. പക്ഷെ അത് എന്തായാലും നല്ലൊരു ഡിസിഷനായി മാറി എന്ന് തോന്നുന്നു. സാറെന്താ അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്? മാറ്റാൻ വേണ്ടി തയ്യാറായതോ. പിന്നീട് എങ്ങനെയും ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ അത് കേട്ടപ്പോ പിന്നെ ഡോക്ടർ ആവണം എന്നുള്ള ഉമ്മക്ക് ഡോക്ടർ ആവണം തന്നെയായിരുന്നോ? അതിഞ്ഞു ആവാം. അതിഞ്ഞിട്ട് ഡോക്ടറായി കഴിഞ്ഞിട്ട് ഇഞ്ഞാണെങ്കിൽ ടീച്ചർ ആവാലോ അല്ലെ? മെഡിക്കൽ കോളേജിലൊക്കെ നല്ല പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പോവാം. ഓക്കെ. പിന്നെ എക്സാം വൈൽ 10th ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം വൈൽ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? ആരാണ് മെന്റർ ആയിരുന്നത്? ആ സമയത്തുള്ള ഫെമിന മാം അല്ലേ? ആദ്യ ദിവസം രാത്രി വിളിക്കായിരുന്നു. ഇവിടെ അധികം ഈ എക്സാം എഴുതാൻ മടിയായിരുന്നു സമയത്ത്. പക്ഷെ ആ മെന്റർ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഇവിടെ എക്സാം എഴുതിക്കായിരുന്നു. അപ്പൊ നല്ല ഫോളോ അപ്പ് ഉണ്ടായിരുന്ന സമയത്ത്. ഓക്കെ. ഏതൊക്കെ ഇപ്പൊ ക്ലാസ്സസ് ഒക്കെ ഡെയിലി 10th ആകുമ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നു? അതായത് 10th ഇപ്പൊ ഒരു സ്കൂൾ സിലബസ് ഉണ്ട്, അതോടൊപ്പം നമുക്ക് ഈ ഫൗണ്ടേഷൻ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫൗണ്ടേഷൻ പഠിക്കാനുണ്ട്. ആ ഒരു ബാലൻസ് ചെയ്യലൊക്കെ എങ്ങനെയായിരുന്നു? ഫുള്ളി നന്നായി ബാലൻസ് ചെയ്യാൻ പറ്റിയിരുന്നോ അതോ എന്തൊക്കെയായിരുന്നു? ആ പഠിച്ചതൊക്കെ 11th വന്നപ്പോ എത്രത്തോളം യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്? 11th 12th വന്നപ്പോ ഓക്കെ. ആ ഒരു ബേസ് ഉള്ളത് ഇപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് നമുക്കൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തു തോന്നുന്നുണ്ടോ നമുക്ക്? ഓക്കെ. പിന്നെ ഇനിയിപ്പോ ഒരു കുട്ടി 11th 12th ഇപ്പോ പലപ്പോഴും നീറ്റ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പോ നമുക്ക് ഈ 2 വർഷം കൊണ്ട് നീറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത്, പക്ഷെ ഞാനിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ കണ്ട സാർ 690 മാർക്കിന്റെ മേലെ വാങ്ങിയതിൽ 93% ആൾക്കാരും ഫസ്റ്റ് ചാൻസിൽ എഴുതിയ ആൾക്കാരാണ്. നമ്മൾ കേരളത്തിന് മാത്രമുള്ള വലിയൊരു കൾച്ചറാണ് ഈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ശരിക്കും ഇതിന് വലിയൊരു
ഒരു ചേഞ്ച് മേക്കറാണ്. ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ വൺ ഓഫ് ദ പേഴ്സൺസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു 2 വർഷം കൊണ്ട് നീറ്റ് എഴുതിയെടുക്കാനുള്ള റെസിപ്പി അതെന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക്, +1 ഒരു കുട്ടിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പോവാ, ഓരോ തിയറിയിൽ ഫോക്കസ് ചെയ്യാതെ പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തിയറിയും കൂടി മനസ്സിലാവും. ഇക്വേഷൻസ് മാത്രം പഠിക്കുന്നതിനേക്കാൾക്ക് നല്ലൊരു കുറച്ചുകൂടി ഡിറൈവ് ആയിട്ട് പഠിക്കുമ്പോൾ ഹാർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കുക. ഒരു ദിവസം കുറെ പഠിച്ചു, ഒരു ദിവസം ഒന്നും പഠിച്ചില്ല. നമ്മുടെ മൂഡ് അനുസരിച്ച് പഠനത്തിന്റെ ഇത് മാറരുത് അല്ലെ. പക്ഷെ അത് ഇപ്പൊ ഞാനിപ്പോ പല കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പല ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടല്ലേ ശരിക്കും പറഞ്ഞ പോലെ. എല്ലാവർക്കും ഒരേ ദിവസം ഒരേപോലെ. അപ്പം മേ ബി നമ്മന്റെ ഒരു സ്ട്രാറ്റജീസോ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ട്? കാരണം ഒരുപാട് കുട്ടികൾ ഒപ്പം ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്തു എന്നാണ് നമുക്ക് തോന്നുന്നത്? നമ്മ മേ ബി ഡിഫറെന്റ് ആയി ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഇപ്പൊ ഒരു ഡേ ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു? മേ ബി ഒരു ഈവനിങ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? കുറച്ച് തിയറി വായിക്കും, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ NCERTയും ചെയ്യാൻ ട്രൈ ചെയ്യും. ഫുള്ളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറെ ഒക്കെ ചെയ്തു. എക്സാം ക്വസ്റ്റ്യൻസ് എക്സസൈസ് അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, കുറച്ച് നല്ലതാന്ന് തോന്നുന്നത് അത് പിന്നെയും ചെയ്തു നോക്കും. നല്ല ക്വസ്റ്റ്യൻസ് നോക്കിട്ട്. ഓക്കെ. പിന്നെ ചെറിയ ഷോർട്ട് നമ്മളോട് മറന്നു പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചെയ്തു. എക്സാമിൽ ഒരു വീക്ക് മുന്നേ എന്തൊക്കെ നോക്കണം ഒരു ഷോർട്ട് നോട്ട് എഴുതി. ഓക്കെ. പിന്നെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലോ? ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിന് ശേഷം അതൊക്കെ ഒന്ന് നോക്കാറുണ്ടായിരുന്നോ? അതോ അതങ്ങനെ വിടുവോ? എന്തായിരുന്നു? ഇല്ല, ഓരോ എക്സാം കഴിയുമ്പോഴും ആ എക്സാമിൽ എത്തിയ മിസ്റ്റേക്ക് നോട്ട് ചെയ്തു, എന്നിട്ട് ആ നോട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. ഓ ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിയേക്കും അതോ പോയിന്റ് എഴുതിയേക്കും? എന്താ മിസ്റ്റേക്ക് വരുത്തിയെന്ന്. ശരിക്കും നല്ലൊരു ക്വാളിറ്റിയാണ്. ശരിക്കും എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നല്ലൊരു സ്റ്റുഡന്റിനെ ശരിക്കും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ഈ എക്സാമിന് ശേഷം അവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഈ മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാനൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയായിരുന്നു? ടെസ്റ്റ് തുടങ്ങിയത് ഫെബ്രുവരി ആ സമയത്താണ്. പിന്നെ ഈ +1 എങ്ങനെ റിവൈസ് ചെയ്യും? ഇപ്പൊ +2 ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, +1 ഇതിന്റെ കൂടെ കൊണ്ടുപോകണ്ടേ? +1 റിവിഷൻ എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ടോപ്പിക്കിന്റെ എക്സാം +1 കൂടി നടക്കും, അപ്പൊ റിവൈസ് ചെയ്യും. പിന്നെ ജൂനിയേഴ്സ് ഉണ്ടാവും, ജൂനിയേഴ്സ് നമ്മൾ കുറെ ഡൗട്ട് ചോദിക്കുമ്പോ അപ്പൊ ഒന്നും കൂടി റിവൈസ് ആവും. ഓക്കെ. ജൂനിയേഴ്സിന്റെ ഡൗട്ട് ചോദിക്കൽ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് അയക്കാൻ വരുമായിരുന്നോ? നമ്മുടെ അടുത്താണ് വരാറ്. ഓക്കെ ഫൈൻ. ഇനി മേ ബി നമുക്ക് ഉപ്പാനോട് ചോദിച്ചു നോക്കാം. ആസ് എ സ്റ്റുഡന്റ് അവനെ എന്താണ് മേ ബി ഒരു നല്ല കാര്യങ്ങൾ അവള് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയത് എന്തൊക്കെയാണെന്നുള്ളത്? ടെൻഷൻ ഫ്രീ ആവും അല്ലേ? അതിപ്പോ ഈ റീനീറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് സ്ട്രെസ് ആയിട്ട് തോന്നുന്നു. ഇത് ടെൻഷൻ ഇതല്ല, കുറെ ടൂറും ഇതൊക്കെ പ്ലാൻ ചെയ്തു അതൊക്കെ പോവാ. അപ്പോൾ പിന്നെ പറഞ്ഞു എനിക്ക് ജെയിൻ ഉണ്ടല്ലോ, ഇത് ഇല്ലെങ്കിൽ നമ്മൾ NIT പോവാന്നുള്ള അല്ലേ, അത്രേ ഉള്ളൂ. പിന്നീട് നമ്മള് ട്രാക്ക് മാറ്റി വരാൻ കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ സംഘടിച്ചു. ഒരു 10-15 ഫുൾ ടെസ്റ്റിന്റെ പേപ്പർ മാറ്റി ചെയ്തത് ഒഴിവാക്കി പുതിയൊരു സാധനം. അപ്പൊ അതേ കൂടെ നന്നായിട്ട് ഫിസിക്സ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് എത്തിയിട്ടുണ്ട്. ഫിസിക്സ് ആണ് ഏറ്റവും ഇഷ്ടം സ്കോർ ചെയ്ത്. അപ്പൊ ജെയ്ക്ക് പോവാന്നുള്ളൊരു തോന്നലുണ്ടായപ്പോ തന്നെ ഫിസിക്സ് ആണ് അവിടെ കുറച്ച് നല്ല മാത്സ് നന്നായിട്ട് കണ്ടുന്ന റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഇതൊരു ഗുണം ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ അത് ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചപ്പോ എന്തായാലും കുറെ മാത്സ് ഈസി ആയിരുന്നു. അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കുറച്ചുകൂടി നല്ല റാങ്കിലോട്ട് എത്താൻ. സാറ് എക്സാമിൽ ചേർക്കാനുള്ള റീസൺ എന്തായിരുന്നു? സാറിന്റെ ഒരു റീസൺ അത് എങ്ങനെയൊക്കെയാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നു? സത്യത്തില് ഈ കൊറോണക്ക് ശേഷമാണ് യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ വീഡിയോനെ കണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾ അവിടെ സ്ഥാപനത്തിൽ വരിക, അവിടെ നിന്നൊരു എക്സാം നല്ല സ്റ്റുഡൻസിന്റെ അവിടെയുള്ള സ്റ്റാഫിന്റെ മക്കൾക്ക് വേണമെങ്കിൽ ചേരാൻ കഴിയുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. നല്ല മെറ്റീരിയലും കുഴപ്പം നല്ല സാറ് നോക്കിയിട്ടുണ്ടാവല്ലോ കെമിസ്ട്രി. അപ്പൊ ക്ലാസ്സൊക്കെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില ക്ലാസ്സൊക്കെ കെമിസ്ട്രി ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് എപ്പോഴും ഇല്ലൊരു ഈ 10th ക്ലാസ്സൊക്കെ അത്
ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അത് അതിനെ പ്ലസ് 1ലേക്ക് പ്ലസ് 2ലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ സിലബസ് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതെ, ഇപ്പൊ 10th കുറെ കാര്യങ്ങൾ 12th ഉണ്ടാവും, 9th കുറെ 11th ഉണ്ടാവും. അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഭാവിയിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. സത്യത്തിൽ ഇവളുടെ കാര്യത്തിൽ നമ്മൾ എന്തില്ല, നമ്മളും അങ്ങനെ ഒരു പ്രഷർ ചെലുത്തിയിട്ടില്ല. ഒന്നും അവൾ വളരെ ഇൻഡിപെൻഡന്റ് ആയി പഠിക്കുന്ന അവൾക്ക് നമുക്കൊരു വിശ്വാസമുണ്ട്. LSS അതുപോലെ USS ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോ 10th 8th എന്താണ് അവളെ ഒരു പ്രഷർ ഇല്ലാതെ പോകാൻ പറ്റി. ഇവള് പൊതുവെ പറയാറ് ഒരു 9th അങ്ങനെ കഴിയും, 6th 50 49 കിട്ടി. അപ്പൊ എന്റെ ഒരു ശൈലി എന്താ പറഞ്ഞാല് ഒന്നെടുത്ത് പോയി ചെയ്യും. അപ്പൊ വാപ്പ എന്തെങ്ങനെ സംസാരിക്കുന്നത്, 49 കിട്ടിയില്ലേ, ടോപ്പറല്ലേ. ഞാൻ പറഞ്ഞത് നിനക്കത് പറ്റും, നിന്റെ കേസിലാകുമ്പോ ഒന്ന് പോയാലോ പ്രശ്നമാണോ. അത് അറിയാം. ഇപ്പൊ ഈ ഒരു മാർക്ക് ആയിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോ ഒരു ജിപ്മർ പോണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് രണ്ടും അച്ചീവ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് ആ ജിപ്മർ പോകാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതാണ് ആ ഒരു മാർക്കിന്റെ വില എന്നുള്ളത്. തന്നെ ഒരു 3 മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 210 ആളാണോ അതെ, ഇത്തവണ ഓൾ ഇന്ത്യയില് ഒരു 3 മാർക്സ് ഉണ്ട്. 650 to 655 അല്ലേ അപ്പോ അത് തമ്മില് റാങ്കിന്റെ എണ്ണത്തില് ഡിഫറൻസ് ഉണ്ട്. മേ ബി ഒരു 4-5 മാർക്ക് കൂടുതൽ വാങ്ങിയത് നമ്മൾ 1000 അടിയിൽ എത്തുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. അതെ അതെ. സാറിന് എൻട്രൻസ് ഇതിലായതുകൊണ്ട് സാറിന് അത് ആക്ച്വലി അറിയാം. റീനീറ്റിന്റെ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? എന്താണ് ടെൻഷൻ എന്തുണ്ടായിരുന്നു? ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൈൻഡ് സെറ്റ് ഞാൻ NIT ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നോ? നമുക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഉമ്മക്ക് മോളെ കുറിച്ച്, എന്താണ് അവളുടെ ഒരു അച്ചീവ്മെന്റും ഇതൊക്കെ പറയാനുള്ളത്? സ്വന്തം ഒരു സഹായിക്കണം. മറ്റേ മോൾ അതുപോലെ എല്ലാത്തിനും ഞാൻ സഹായിക്കണം. ചെറുപ്പത്തിലെ ഞാൻ നോക്കി. അതിന്റെ ഒരു ഗുണമാണ് അവൾക്കുള്ളത് അല്ലേ? യെസ്. എന്താണ് ഒരു നീറ്റ് ആസ്പിറൻസിനോട് എങ്ങനെയുള്ളൊരു എന്താ പറയാ, നമ്മൾ എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആവേണ്ടത്, എന്താണ് പറയാനുള്ളത്? കുറെ കുട്ടികളുടെ പ്രശ്നം ഡിസ്ട്രാക്റ്റഡ് ആണ്, ഡിസിപ്ലിൻഡ് അല്ല എന്നുള്ള. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു? സോഷ്യൽ മീഡിയ ഇതന്നെയാണല്ലേ നമുക്കുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി പഠിക്കും. എങ്ങനെയുണ്ടായിരുന്നു പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട്, എന്താണ് കുറിച്ച് പറയാണ്ട്? എക്സാംസിന്റെ റിസൾട്ട് ഒന്നാലും യൂണിവേഴ്സൽ ആവുന്നതിന് ശേഷം എന്താ പറഞ്ഞത് കുറവാണല്ലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. +1 +2 എത്തിയതിനു ശേഷം. ഓക്കെ, അതിന് മുമ്പ് പറയായിരുന്നു അല്ലേ? നേരത്തെ പറഞ്ഞ ഓരോ ഇനി അവിടെ തന്നെ പോയാലോ എന്നുള്ള. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും നല്ല ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ ജിപ്മർ അല്ലെങ്കിൽ എയിംസ് പോലുള്ള ടോപ്പ് സ്ഥലങ്ങളിൽ തന്നെ അഡ്മിഷൻ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ അഡ്മിഷൻ കിട്ടട്ടെ. നല്ലൊരു ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് ഇന്നൊരു ഫീൽഡിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? എന്താണ്? ഓരോ ഫീൽഡിലും നമുക്ക് ഇവിടെ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും കുഴപ്പമില്ല എന്നുള്ളിടത്തുള്ളത്. പിന്നെ നമുക്ക് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലെ? വളരെ കൂളാണ് തോന്നുന്നു. നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയും ഈ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കൂളായിട്ടുള്ള ആളാണെന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ, നല്ലൊരു ഡോക്ടറായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.